ഹേ ഗൈസ്, once again വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു മോട്ടോ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കാരണം വേറെ ഒന്നും ആയിരുന്നില്ല, നമ്മുടെ ഓപ്പറയുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ബാറ്ററി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മോട്ടോ വ്ളോഗിങ് കാര്യങ്ങളും റിവ്യൂസൊക്കെ എന്തായാലും ഉടനെ വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ LRLലോട്ട് പോവാണ്. അപ്പോൾ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ ലൂബ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു അതായത് ലാസ്റ്റ് ലൂബ് ചെയ്തിട്ട് 1500 കിലോമീറ്ററിനടുത്ത് നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 750-800 കിലോമീറ്റർ കൂടുമ്പോൾ ലൂബ് ചെയ്യേണ്ടതാണ്. നമ്മുടെ അതിൽ ആക്ച്വലി ലൂബ് ക്ലീനർ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ നമുക്ക് ലൂബ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ കുറച്ച് പേരായാലും ലൂബ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പാഡോക്ക് സ്റ്റാൻഡ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പാഡോക്കിൽ വെച്ചിട്ട് ലൂബ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒരു നല്ലൊരു പാഡോക്കിന് 4500-5000 റേറ്റൊക്കെ വരും. അപ്പോൾ അത്ര നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളൊരു പാഡോക്ക് എടുക്കാത്തത്. പിന്നെ ജി റോളർ എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജി റോളറൊന്നും എടുക്കാത്തത്. പിന്നെ നമ്മുടെ ഒരു സൈഡ് കുത്തി വെച്ച് പൊക്കുന്ന സാധനമുണ്ട്, അത് ലൂബ് ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ പാഡോക്ക് ആണെങ്കിൽ അതൊരു ഓൾ പർപ്പസ് സൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് പാഡോക്ക് എടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൂബ് ലാസ്റ്റ് ഒരു 780 എന്താണ് ലൂബ് ചെയ്തത്. ഇപ്പോൾ 2000 സംതിങ് എന്തോ ആയി. അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ ലൂബ് ഇല്ലാണ്ട് ഏകദേശം ഇപ്പോൾ ഇച്ചിരി ലൂബ് ഉള്ളൂ. ലൂബ് എന്തോരം ഉണ്ടെന്ന് കാണിച്ചു തരാം, ചെയിൻ കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ ലൂബ് ഒട്ടുമില്ല. അപ്പോൾ നമുക്കിനിയിപ്പോൾ പാഡോക്ക് എടുക്കുന്നവരെ ലൂബ് ഇല്ലാതെ ഓടാൻ പറ്റില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. എന്നാലാണ് നമ്മുടെ ചെയിൻ ലൈഫ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ചെയിനിൽ ലൂബ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ ബാധിക്കും. സോ അത് ജസ്റ്റ് വണ്ടി തൽക്കാലത്തോട്ട് ഇപ്പോൾ LRL കൊടുത്ത് പെയ്ഡ് ലൂബ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ലൂബ് നമുക്ക് സ്വന്തമായിട്ട് എന്തായാലും ചെയ്യാം. അപ്പോഴത്തേക്ക് ഒരു പാഡോക്ക് കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെന്തായാലും നമ്മൾ ലൂബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ പോയി ലൂബ് ചെയ്യാം. കണ്ടീഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗൈസ്, ഇവിടെ ഒരു കിഡിലിനായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിവിടെ LRLൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പരിപാടികളുടെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് എടുത്ത് കാണിച്ചു തരാം. അതിൽ അടുത്ത് പോയിട്ട് ഷൂട്ട് കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യണം.
ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 300 രൂപയാണ് നമ്മളിവിടെ പെയ്ഡ് ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്ത്. നമ്മൾ 66 BHPയുടെ ലൂബ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുക, കൃത്യമായിട്ടുള്ള ടൈമിൽ ലൂബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ഡിലേ വന്നു. അത്യാവശ്യം ലൂബ് ചെയ്യാതെ ലൂബ് ഇല്ലാതെ കുറച്ച് ലൂബ് ഉണ്ടായി, എന്നാലും ലൂബില്ലാതെ നമ്മൾ കുറേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടി. അപ്പോൾ ഇനി എന്തായാലും 750 കിലോമീറ്റേഴ്സിൽ നമ്മൾ എന്തായാലും ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി അടുത്ത ലൂബ് ചെയ്യുമ്പോൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. കുറച്ച് പേര് ലൂബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇനി അടുത്ത ലൂബിൽ എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ വൈസറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസൊക്കെ എന്തായാലും തരാം.